ദുബായ് പോലുള്ള അറബ് നാടുകളുടെ ഇന്ന് കാണുന്ന വളർച്ച എങ്ങനെയാണ് ഉണ്ടായത്? കണ്ണടച്ച് ഒട്ടും സംശയമില്ലാതെ നമ്മളെല്ലാവരും ഒരുപോലെ ഉത്തരം പറയും, ഓയിൽ അഥവാ എണ്ണ. പക്ഷേ ദുബൈയുടെ GDP നോക്കിക്കഴിഞ്ഞാൽ എണ്ണയിൽ നിന്നുള്ള വരുമാനം വെറും 1% മാത്രമേ ഉള്ളൂ. ടൂറിസം, റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ ബിസിനസ് ഇതൊക്കെയാണ് ഇന്ന് ദുബൈയെ സമ്പന്നമാക്കുന്ന മേഖലകൾ. 2000ന്റെ തുടക്കത്തിൽ ബുർജ് ഖലീഫ, പാം ഐലൻഡ് തുടങ്ങിയ റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റുകളിലൂടെ ടൂറിസം രംഗത്തേക്ക് വലിയൊരു മുന്നേറ്റം നടത്താൻ ദുബായ് ശ്രമിച്ചു വരികയായിരുന്നു. ഇതിൽ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ 2010 നിർമ്മാണവും പൂർത്തിയാക്കി. എന്നാൽ ബുർജ് ഖലീഫയുടെ ആദ്യത്തെ പേര് ബുർജ് ദുബായ് എന്നായിരുന്നു. ആ പേരുമാറ്റത്തിന് പിന്നിൽ 2008ലെ സാമ്പത്തിക മാന്ദ്യം ഒരു കാരണമായിരുന്നു. 2008ലെ സാമ്പത്തിക മാന്ദ്യം എങ്ങനെയാണ് ദുബൈയെ ബാധിച്ചത്? എന്തുകൊണ്ടാണ് ദുബൈയിൽ പണി കഴിപ്പിച്ച ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിൻ്റെ പേര് ബുർജ് ദുബായ് എന്നത് മാറ്റി ബുർജ് ഖലീഫ എന്നാക്കി മാറ്റിയത്? എന്താണ് ഇതിന് പിന്നിലുള്ള കഥ? നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ദുബൈയിൽ എണ്ണ കണ്ടെത്തുന്നത് 1966 അതിന് മുന്നേ തന്നെ 1950കളുടെ അവസാനത്തിൽ ഇന്നത്തെ ദുബായ് ഒക്കെ ഉൾക്കൊള്ളുന്ന UAE ഇല്ലേ, ആ UAEയുടെ തലസ്ഥാനമാണ് അബുദാബി. അവിടെ എണ്ണ ശേഖരം കണ്ടെത്തിയിരുന്നു. ലോകത്തിലെ തന്നെ 7ാമത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ശേഖരമുള്ള രാജ്യമാണ് UAE. പക്ഷേ ഈ കണക്കിൻ്റെ 95%വും തലസ്ഥാന നഗരമായ അബുദാബിയിലാണുള്ളത്. ദുബൈയിൽ വളരെ കുറഞ്ഞ എണ്ണശേഖരം മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണശേഖരങ്ങളായ സൗദി അറേബ്യ, ഇറാഖ്, ഇറാൻ, ഖത്തർ എന്നിവയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമായിട്ട് കൂടി ദുബായിൽ അത്രത്തോളം വലിയ അളവിൽ എണ്ണശേഖരങ്ങളൊന്നും തന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്നാലും ആദ്യകാലങ്ങളിൽ കുറച്ച് മാത്രമാണെങ്കിലും എണ്ണയിൽ നിന്നുള്ള വരുമാനം കുറേ അധികം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ദുബൈക്കായി. പക്ഷേ ഓയിലിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ആ നഗരത്തിന് വളരാൻ സാധിക്കുമായിരുന്നില്ല. എണ്ണയെ അമിതമായി ആശ്രയിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ദുബായ് സാമ്പത്തികപരമായി മുന്നേറാൻ മറ്റു മേഖലകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അത് ആ നഗരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയ അതീവ ബുദ്ധിപരമായ ഒരു നീക്കം തന്നെയായിരുന്നു. ആ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുന്നേ ധാരാളം പ്രവാസി സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോ കാണാറുണ്ട്. നാട്ടിലെ പ്രതിസന്ധികളിലൊക്കെ പ്രവാസികൾ നൽകുന്ന സഹായങ്ങൾ ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ പ്രവാസികൾ ഇപ്പോഴും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാസികൾ വിദേശത്തു നിന്ന് മരിക്കുന്ന സമയത്ത് സർക്കാർ കൊടുക്കുന്ന കോമ്പൻസേഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ വാർത്തയൊക്കെ ആയിക്കഴിഞ്ഞാൽ 5 ലക്ഷം, കൂടിപ്പോയാൽ 10 ലക്ഷം. അതുകൊണ്ട് പ്രവാസിയുടെ കുടുംബത്തിന് ജീവിക്കാൻ കഴിയുമോ? ഒരിക്കലും പറ്റുന്നതല്ല. ഒരാൾ മരണപ്പെട്ടാൽ വാർഷിക വരുമാനത്തിൻ്റെ 10 മുതൽ 15 ഇരട്ടി വരെയെങ്കിലും കുടുംബത്തിന് അത്യാവശ്യമായിട്ട് വരും. അതുകൊണ്ട് എല്ലാ പ്രവാസികളും നിർബന്ധമായിട്ടും എടുത്തു വെക്കേണ്ട ഇൻഷുറൻസ് ആണ് NRI ടേം ഇൻഷുറൻസ്. ഇതെല്ലാവർക്കും കിട്ടില്ല. വിദ്യാഭ്യാസം, വരുമാനം, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ യോഗ്യതയായിട്ട് നോക്കും. ക്യാൻസർ പരിരക്ഷയൊക്കെ ആഡ് ചെയ്ത് ആഡ് ഓൺ പ്ലാനുകൾ ചേർക്കാനും ഓപ്ഷൻ ഉണ്ട്. വെറും 820 രൂപ മുടക്കി 2 കോടി രൂപ വരെ പരിരക്ഷ ലഭിക്കുന്ന പ്ലാനുകൾ ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കാലാവധി കഴിഞ്ഞാൽ നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ അടച്ച പണം തിരിച്ചു കിട്ടുന്ന പദ്ധതികളുമുണ്ട്. ഇത്തരത്തിൽ 51ഓളം കമ്പനികളിൽ നിന്ന് ആരൊക്കെ നമ്മുടെ യോഗ്യതകൾക്കനുസരിച്ചുള്ള ടേം ഇൻഷുറൻസ് നൽകുന്നു എന്നറിയാനും മികച്ച പ്ലാൻ കണ്ടെത്താനും ഞാൻ കമൻറ്റിൽ കൊടുത്ത ലിങ്ക് ചെക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. ഇന്ത്യയിലെ വിവിധ കമ്പനികളെ നിങ്ങൾക്ക് അവിടെ താരതമ്യം ചെയ്യാൻ പറ്റും. എല്ലാ സംശയങ്ങളും തീർക്കാനും ക്ലെയിമിൻ്റെ ആവശ്യം വന്നാൽ ഫാമിലിയെ സഹായിക്കാൻ ക്ലെയിം അസിസ്റ്റൻസും ഇവിടെയുണ്ട്. കൂടാതെ വാർഷിക പ്രീമിയം ഒന്നിച്ചടച്ചാൽ ലഭിക്കുന്ന 5% വരെ ഡിസ്കൗണ്ടും 18% GST വെയ്വറും അടക്കം 23% വരെ കുറഞ്ഞ പ്രീമിയത്തിന് ഇപ്പോൾ ടേം ഇൻഷുറൻസ് എടുക്കാൻ പ്രവാസികൾക്ക് അവസരമുണ്ട്. പുതിയ സാമ്പത്തിക വർഷം വരികയാണ്. പ്രീമിയം വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എടുത്തു വെക്കുന്നതാണ് നമുക്ക് ലാഭമായിട്ടുള്ള കാര്യം. മാസം ചായ കുടിക്കുന്നതോ മന്തി കഴിക്കുന്നതോ ആയ ചെറിയ പണം മാറ്റിവെച്ചാൽ കുടുംബത്തിന് വലിയ പരിരക്ഷ ഒരുക്കാൻ ഇതിലൂടെ കഴിയുന്നതാണ്. മരണം ആർക്കും എപ്പോഴും സംഭവിക്കാം. എനിക്കും സംഭവിക്കാം, നിങ്ങൾക്കും സംഭവിക്കാം. പക്ഷേ അതിന് പരിരക്ഷ എടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് നമ്മളാണെങ്കിൽ. ലിങ്കും കാര്യങ്ങളും എല്ലാം കമൻറ്റിലുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. 1971 അബുദാബി, ദുബായ് തുടങ്ങിയ 7 എമിറേറ്റുകൾ ചേർന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന പുതിയൊരു രാജ്യം നിലവിൽ വന്നു. അന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ശേഖരം ഉണ്ടായിരുന്ന അബുദാബി UAEയുടെ തലസ്ഥാനമായിട്ട് മാറി. എന്നിരുന്നാലും UAEയെക്കുറിച്ച് പറയുമ്പോൾ അതല്ലെങ്കിൽ ഗൾഫ് മേഖലയിൽ തന്നെ ദുബായ് മറ്റേത് നഗരത്തെക്കാളും ആഡംബരം നിറഞ്ഞ ഒരു നഗരം തന്നെയാണ്. എണ്ണ കൊണ്ട് സമ്പന്നമായ അബുദാബിയെ വെച്ച് നോക്കിയാലും ബഹുദൂരം മുന്നിലാണ് ആഡംബരത്തിൻ്റെ പര്യായമായ ദുബായ് എന്ന നഗരം. എണ്ണ സമ്പത്ത് കുറവുണ്ടായിരുന്ന ദുബൈക്ക് വളരണമെങ്കിൽ വ്യാപാരം, ടൂറിസം പോലുള്ള മറ്റ് മേഖലകളിൽ കൂടി വളരണം എന്ന കാര്യം നിർബന്ധമായിരുന്നു. അതിനുവേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ആദ്യം വേണമെന്ന് ഭരണാധികാരികൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ 1979 ദുബൈയിൽ ജബൽ അലി പോർട്ട് സ്ഥാപിതമായി. 1970ന്റെ തുടക്കം മുതലേ തന്നെ ഈ പോർട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നു. അതേസമയം 1972 തന്നെ അബുദാബിയിൽ മിനാ സെയ്ദ് എന്ന മെയിൻ പോർട്ട് നിലവിൽ വന്നിരുന്നു. ദുബൈക്ക് മുന്നേ പ്രവർത്തനം ആരംഭിച്ച ഒരു പോർട്ടായിരുന്നുവെങ്കിലും ജബൽ അലി പോർട്ടിനോളം കാർഗോ ഹാൻഡിൽ ചെയ്യാനോ വളരാനോ അബുദാബിയിലെ മിനാ സെയ്ദ് പോർട്ടിന് കഴിഞ്ഞില്ല. എന്തായിരിക്കും ഇതിൻ്റെ കാരണം?
മിന സെയ്ദ് ഗൾഫ് മേഖലയിലുള്ള ഷിപ്മെൻറ്റുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ആഭ്യന്തര പോർട്ടായിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ജബൽ അലി പോർട്ട് ട്രാൻസ്ഷിപ്മെൻറ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര പോർട്ടായിട്ട് പ്രവർത്തനം വിപുലീകരിച്ചു. എന്താണ് ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വലിയ ചരക്ക് കപ്പലുകൾ ഇറക്കാനുള്ള സൗകര്യം പല തുറമുഖങ്ങളിലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? താരതമ്യേന വലുപ്പം കൂടിയ കപ്പലുകൾക്ക് വരാവുന്ന പോർട്ടുകളിൽ ആദ്യം ചരക്കുകൾ ഇറക്കും. പിന്നീട് അവിടെ നിന്ന് ചെറിയ കപ്പലുകളിലാണ് ചരക്കുകൾ അത് എത്തിച്ചേരേണ്ട ചെറിയ തുറമുഖങ്ങളിലേക്ക് പോവുക. ഉദാഹരണത്തിന് ഇന്ത്യയിലെ ചെറിയ തുറമുഖങ്ങളിലേക്ക് യൂറോപ്പിൽ നിന്ന് വലിയൊരു ചരക്ക് വന്നു കഴിഞ്ഞാൽ അത് ജബൽ അലി പോർട്ടിൽ ഇറക്കി ചെറിയ കപ്പലുകളിലാക്കി ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും ഇതിനെല്ലാം വലിയ തുക തന്നെ ആ തുറമുഖം ഈടാക്കുകയും ചെയ്യും. ഇപ്പോൾ നോക്കിയാൽ ജബൽ അലി പോർട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കുള്ള 10 പോർട്ടുകളിലൊന്നാണ്. എന്തായാലും പറഞ്ഞു വന്നത്, എണ്ണ ശേഖരം കൊണ്ട് അബുദാബി സമ്പന്നമായിരുന്നുവെങ്കിലും ഈ ഉദാഹരണം പോലുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊക്കെ കൂടുതലും ദുബൈയിലായിരുന്നു നടന്നിരുന്നത്. ചുരുക്കം പറഞ്ഞാൽ അബുദാബിയുടെ സാമ്പത്തിക ഭദ്രത ദുബൈയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ UAE ഭരണാധികാരികളെ പ്രേരിപ്പിക്കുകയാണ്. ദുബൈയിൽ വികസന പ്രവർത്തനങ്ങൾ കൂടിക്കൂടി വന്നു. പോർട്ടുകൾ മാത്രമല്ല, ആഡംബര കെട്ടിടങ്ങളുടെയും നിർമ്മിതികളുടെയും നാടാണ് ദുബൈ. ആദ്യം 1999 തന്നെ ബുർജ് അൽ അറബ് എന്ന ലക്ഷറി ഹോട്ടൽ ദുബൈയിൽ പണി കഴിപ്പിച്ചിരുന്നു. പിന്നീട് 2004 പാം ഐലൻഡ് എന്ന മനുഷ്യനിർമ്മിത ദ്വീപ്, അറ്റ്ലാന്റിസ് ലക്ഷറി എന്ന ആഡംബര ഹോട്ടൽ, 2010 ബുർജ് ഖലീഫ. ഇങ്ങനെ 2000ന്റെ തുടക്കം മുതൽ തന്നെ ദുബൈ നഗരം ആഡംബരങ്ങളുടെയും ടൂറിസത്തിൻ്റെയും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെയും ഒരു ഹബ്ബ് ആവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. എന്നാൽ ഇത്തരം വലിയ പ്രൊജക്റ്റുകളൊക്കെ നടത്തിയിരുന്നത് വലിയ രീതിയിൽ കടമെടുത്തുകൊണ്ടായിരുന്നു. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ. ദുബൈ വേൾഡ് എന്ന സ്റ്റേറ്റ് ഉടമസ്ഥതയിലുള്ള കമ്പനിക്ക് കീഴിലായിരുന്നു ഇത്തരം പ്രൊജക്റ്റുകളെല്ലാം നടന്നിരുന്നത്. ദുബൈ വേൾഡിന് കീഴിൽ പ്രവർത്തിച്ചിരുന്ന സബ്സിഡറി കമ്പനിയായ നഖീൽ പ്രോപ്പർട്ടീസ് എന്ന കമ്പനിയാണ് പ്രോപ്പർട്ടി ബിസിനസ്സൊക്കെ മാനേജ് ചെയ്തിരുന്നത്. എന്നാൽ വരാനിരിക്കുന്ന വലിയ ദുരന്തം, ആഡംബരത്തിൻ്റെ പറുദീസ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. വർഷം 2008. ലോകമെമ്പാടും സാമ്പത്തിക മാന്ദ്യം ആഞ്ഞടിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രോപ്പർട്ടി ബിസിനസ് രംഗം മുഴുവനായിട്ടും തകർന്നു പോവാണ്. പല ഇൻവെസ്റ്റേഴ്സും പ്രൊജക്റ്റുകളിൽ നിന്ന് പിൻവലിയാണ്. ആ സമയത്ത് ദുബൈക്കും ദുരന്തമായിരുന്നു. അവിടങ്ങളിൽ കത്തി നിന്ന പ്രോപ്പർട്ടി ബിസിനസ്സിൻ്റെ വില വെറും 50% അതിലധികമോ ഒക്കെ ഇടിയുകയും ചെയ്യാണ്. ഈ സമയത്ത് UAEയിൽ തന്നെ നമ്മൾ നോക്കിയാൽ പകുതിയോളം കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റുകളും ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ പകുതി വഴിയിൽ നിർത്തിവെക്കുകയോ ചെയ്തിരുന്നു. ഇങ്ങനെ ഉപേക്ഷിച്ചത് ചെറിയ പ്രൊജക്റ്റുകളായിരുന്നില്ല. നക്കീൽ പ്രോപ്പർട്ടീസ് $100 ബില്യൺ ചെലവിൽ നിർമ്മിക്കാനിരുന്ന റിസോർട്ട് കോംപ്ലക്സ്, 4 വലിയ തീം പാർക്കുകൾ, മനുഷ്യനിർമ്മിതമായ ദ്വീപുകൾ എല്ലാം ഇത്തരത്തിൽ ഉപേക്ഷിച്ച പ്രൊജക്റ്റുകളിൽ ഉൾപ്പെടുന്നവയാണ്. നക്കീൽ എന്ന ദുബൈയിലെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി ഡെവലപ്പർ കമ്പനി സ്ഥാപിതമാവുന്നത് 2000-ലാണ്. റിയൽ എസ്റ്റേറ്റ്, അടിസ്ഥാന സൗകര്യ വികസന പ്രൊജക്റ്റുകൾ എന്നിവയ്ക്കെല്ലാം മുൻഗണന കൊടുത്ത് ദുബൈയെ ഒരു ഗ്ലോബൽ വ്യാപാര ടൂറിസം നഗരമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. കൂടാതെ ഇത്തരം പ്രൊജക്റ്റുകൾ വഴി ദുബൈയുടെ സാമ്പത്തിക രംഗത്തെ ഡൈവേഴ്സിഫൈ ചെയ്യുക, അതായത് വൈവിധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യവും ഈ കമ്പനിക്ക് പിന്നിലുണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അബുദാബിയെ പോലെയോ സൗദിയെ പോലെയോ ഒന്നും എണ്ണ ശേഖരമുള്ള നാടല്ല ദുബൈ. അതുകൊണ്ട് തന്നെ പോർട്ടുകൾ, ആഡംബര ഹോട്ടലുകൾ, ടൂറിസം ഡെസ്റ്റിനേഷനുകൾ എന്നിവയൊക്കെ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ആ നഗരത്തിന് നിലനിൽപ്പുണ്ടായിരുന്നുള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ദുബൈ പോലുള്ള UAEയിലെ നഗരങ്ങൾ ആദ്യകാലം മുതൽ തന്നെ സൗദിയെയൊക്കെ അപേക്ഷിച്ച് മതനിയമങ്ങളിൽ പോലും വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറായത്. ഇനി നഖീൽ എന്ന ദുബൈ ഗവൺമെൻറ് കമ്പനിയുടെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ, അവിടങ്ങളിലെ പാം ഐലൻഡ് പോലുള്ള മനുഷ്യനിർമ്മിതമായ ദ്വീപുകൾ നിർമ്മിക്കാനുള്ള അവസരമാണ് ഇവർക്ക് ആദ്യമായിട്ട് ലഭിക്കുന്നത്. ഇതിൽ തന്നെ പാം ജുമൈറയായിരുന്നു നഖീൽ കമ്പനി ആദ്യമായി ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തീകരിച്ചത്. 2006-ലാണ് ഇത് സംഭവിക്കുന്നത്. ഇത് മാത്രമല്ല, നഖീൽ വഴി റിയൽ എസ്റ്റേറ്റ് മേഖല വികസിപ്പിക്കുന്ന സമയത്ത് തന്നെ DP വേൾഡ് എന്ന ഗവൺമെൻറ് കമ്പനി വഴി പോർട്സ് ആൻഡ് ലോജിസ്റ്റിക് വികസനവും ഇഷ്ടിമാർ വഴി പ്രൈവറ്റ് ആൻഡ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലകളിലേക്ക് കടക്കാനും മറ്റ് ഗവൺമെൻറ് കമ്പനികൾ വഴി ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മേഖലകൾ വികസിപ്പിക്കാനും ദുബൈക്ക് ആ സമയത്ത് തന്നെ സാധിക്കുന്നുണ്ട്. ഇനി ഈ പ്രവർത്തനങ്ങളൊക്കെ ദിശയില്ലാതെ പോവേണ്ട ഒരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ് ദുബൈ ആ സമയത്ത് തന്നെ കൈക്കൊള്ളുന്നത്. ഈ വികസനങ്ങളെയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഏകോപിപ്പിക്കാൻ ദുബൈ വേൾഡ് എന്ന ഒരു സ്ഥാപനവും രൂപീകരിക്കുന്നുണ്ട്. ശരിക്കും ഇതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, ദുബായ് തീരത്ത് വലിയ രീതിയിൽ തന്നെ ഒരു വാട്ടർ ഫ്രണ്ട് ടൂറിസം ഹബ്ബ് പ്രൊജക്റ്റ് നടപ്പിൽ വരുത്താൻ ദുബായ് ഗവൺമെൻറ് തീരുമാനിച്ചു എന്നിരിക്കട്ടെ. ഈ സമയത്ത് ദുബായ് വേൾഡ് തങ്ങളുടെ കീഴിലുള്ള നക്കീൽ പ്രോപ്പർട്ടീസ് എന്ന സ്ഥാപനത്തിന് ഭൂമി ഏറ്റെടുക്കാനും ആ പ്രൊജക്റ്റിൻ്റെ മുഴുവനായിട്ടുള്ള പ്ലാൻ, അതായത് അതിനോട് ചേർന്നുള്ള ആഡംബര ഹോട്ടലുകൾ, മാളുകൾ ഇവയെല്ലാം അടങ്ങിയിട്ടുള്ള ഡിസൈൻ സമർപ്പിക്കാനും നിർദ്ദേശം നൽകുന്നതാണ്. നക്കീലിനെ പോലെ തന്നെ ദുബായ് വേൾഡിന് കീഴിലുള്ള മറ്റൊരു സബ്സിഡറി കമ്പനിയാണ് DP വേൾഡ്. ഇതൊരു ലോജിസ്റ്റിക് കമ്പനിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളുടെ എണ്ണം എത്രത്തോളം ഉണ്ടാവും, അത് കൂടുകയാണെങ്കിൽ വരുത്തേണ്ട ലോജിസ്റ്റിക് മാറ്റങ്ങളും വികസനങ്ങളും എന്തൊക്കെയാണ് എന്ന കാര്യമെല്ലാം തീരുമാനിക്കാൻ ഇവരെയാണ് ഏൽപ്പിക്കുക.
യാത്രാ കപ്പലുകൾക്ക് ആവശ്യമായ പോർട്ട് ടെർമിനലുകൾ പോലുള്ള സൗകര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഇനി ഇഷ്ടമാർ വേൾഡ് എന്നറിയപ്പെടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി കൂടെ ഈ ദുബായ് വേൾഡ് എന്ന കമ്പനിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം നേരത്തെ പറഞ്ഞതാണ്. ഇഷ്ടമാർ വേൾഡ് എന്ന ഇൻവെസ്റ്റ്മെന്റ് കമ്പനി സ്വന്തമായും ഇത്തരം പ്രൊജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മറ്റ് അന്താരാഷ്ട്ര കമ്പനികളിൽ നിന്ന് ദുബൈയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനും ഇവർക്ക് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ പരസ്യങ്ങളിലൂടെയെല്ലാം വിദേശത്തുള്ള ഇൻവെസ്റ്റേഴ്സിനെ സ്വാധീനിച്ച് ദുബൈയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പ്രേരിപ്പിക്കാവുന്നതാണ്. ഒരു ഉദാഹരണം നമ്മൾ പറയാനാണെങ്കിൽ അറ്റ്ലാന്റിസ് എന്നു പേരുള്ള അന്താരാഷ്ട്ര റിസോർട്ട് ഓപ്പറേറ്റർ പാം ജുമേറയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേഴ്സണർ ഇന്റർനാഷണൽ എന്ന കമ്പനിക്ക് കീഴിലാണ് അറ്റ്ലാന്റിസ് ബ്രാൻഡ് പ്രവർത്തിക്കുന്നത്. ഈ കേഴ്സണർ ഇന്റർനാഷണലും ഇഷ്ടമാർ വേൾഡും ചേർന്നാണ് 2008 പാം ജുമേറയിൽ സ്ഥിതി ചെയ്യുന്ന അറ്റ്ലാന്റിസ് എന്ന ആഡംബര ഹോട്ടൽ പണി കഴിപ്പിച്ചത്. ഈ സമയത്ത് നമ്മൾ നോക്കിയാൽ ഇഷ്ടമാർ വേൾഡ് എന്ന ദുബൈയുടെ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനമല്ലേ, ഇതിന് കേഴ്സണർ ഇന്റർനാഷണൽ എന്ന കമ്പനിയുടെ ഹോൾഡിംഗ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഷെയർ ഹോൾഡിംഗ്സ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കാര്യം എന്തായാലും ഇത്തരത്തിലൊരു പ്രൊജക്റ്റ് നടക്കുന്ന സമയത്ത് ഇഷ്ടമാർ വേൾഡ് പോലുള്ള നിക്ഷേപക സ്ഥാപനങ്ങൾ വിദേശത്തു നിന്ന് പോലും വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ ഇത്തരം പ്രൊജക്റ്റുകളിലേക്ക് എത്തിക്കുന്നതാണ്. ഇങ്ങനെ പല മേഖലകളെയും ഒരുമിപ്പിച്ചു കൊണ്ടുള്ള പ്രവർത്തനമാണ് ദുബായ് വേൾഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് കുറേ എണ്ണപ്പണം ഉള്ളതുകൊണ്ട് മാത്രം ഒരു നാടും വികസിക്കണമെന്നില്ല. അതിന് കൃത്യമായ ഏകോപനവും ദീർഘവീക്ഷണവും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇതേ കാര്യം തന്നെയാണ് ദുബൈയിൽ ഇത്രയും കാലം നോക്കിയാലും നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും 2008 തന്നെ തിരിച്ചു വന്നാൽ ദുബായ് വേൾഡും അതിൻ്റെ സബ്സിഡറി കമ്പനികളായ നക്കീൽ വേൾഡ് പോലുള്ള സ്ഥാപനങ്ങളും വലിയ പ്രതീക്ഷയോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ലോകമെമ്പാടും സാമ്പത്തിക മാന്ദ്യം പിടിമുറുക്കി തുടങ്ങിയത്. ഈ വലിയ പ്രൊജക്റ്റുകളൊക്കെ കടമെടുത്തുകൊണ്ടും ബോണ്ടുകൾ വഴിയൊക്കെയാണ് പൂർത്തീകരിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കലും ഈ പ്രൊജക്റ്റുകൾ പൂർത്തിയാകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇത്തരം ബോണ്ടുകളുടെ പലിശ കൊടുക്കാനും കടങ്ങൾ തിരിച്ചടയ്ക്കാനും ഒക്കെ സാധിക്കുമെന്നാണ് ദുബൈ ആ സമയത്ത് കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ പ്രതീക്ഷകളാകെ തകിടം മറിയാണ്. 2000-ന്റെ തുടക്കകാലത്ത് തന്നെ ദുബൈ സാമ്പത്തിക രംഗം കുതിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ മേഖലയും റിയൽ എസ്റ്റേറ്റ് മേഖലയും ടൂറിസം മേഖലയും ഒക്കെ വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് തന്നെയായിരുന്നു. 2003 ദുബൈയുടെ GDP നോക്കിയാൽ 84.1 ബില്യൺ ദിർഹംസ് ആയിരുന്നു. ഇത് 2004 ആകുമ്പോഴേക്കും 98.1 മില്യൺ ദിർഹംസ് ആയിട്ട് വർദ്ധിക്കുന്നുണ്ട്. GDP കോൺട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ 2004 ടൂറിസവും കച്ചവട മേഖലയും കൂട്ടി 2003 16.7% വർധനവാണ് ഉണ്ടായത്. കെട്ടിട നിർമ്മാണ മേഖലയാണെങ്കിൽ എക്കാലത്തെയും ഉയർന്ന വളർച്ചയാണ് ആ സമയത്ത് രേഖപ്പെടുത്തിയത്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് മേഖല 22% വളർച്ചയും നേടി. വ്യവസായ വളർച്ച 16.6% രേഖപ്പെടുത്തിയത്. ഇങ്ങനെ ഹൗസിംഗ് പ്രോപ്പർട്ടീസ്, ഇൻഫ്രാസ്ട്രക്ചർ, റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ ദുബായ് വലിയ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ വിദേശത്തു നിന്ന് പോലും അവർക്ക് വലിയ രീതിയിൽ നിക്ഷേപങ്ങൾ കിട്ടിയതിൽ അത്ഭുതപ്പെടാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ മുകളിൽ പറഞ്ഞതുപോലെ സാമ്പത്തിക മാന്ദ്യം കാര്യങ്ങളെ ആകെ തകിടം മറിക്കുകയാണ്. എന്തായിരുന്നു ശരിക്കും 2008 ഈ മാന്ദ്യം സംഭവിക്കാനുള്ള കാരണം? അത് എന്തുകൊണ്ട് ദുബായിയെ വലിയ രീതിയിൽ ബാധിച്ചു? ആ മാന്ദ്യത്തിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇനി നമുക്കൊന്ന് അമേരിക്ക വരെ പോവേണ്ട ആവശ്യമുണ്ട്. 2000-ന്റെ തുടക്കത്തിൽ അമേരിക്കയിലെ വിവിധ ബാങ്കുകൾ ധാരാളം ഹൗസിംഗ് ലോണുകൾ നൽകിയിരുന്നു. സാധാരണ ഹൗസിംഗ് ലോൺ നമുക്കറിയാം 15-30 വർഷത്തിനിടയിൽ മാസാമാസം ഒരു തുകയും പലിശയും അടക്കം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ബാങ്കിന് നൽകേണ്ടത്. ഇതാണ് ഒരു പതിവ്. 2003-2006 വർഷത്തിൽ അമേരിക്കയിൽ വീടുകളുടെ വില കുത്തനെ ഉയരുന്ന സമയമായിരുന്നു. ഇത് തുടരുമെന്ന് പ്രതീക്ഷിച്ച് ബാങ്കുകൾ ലോണുകൾ നൽകാൻ വലിയ രീതിയിൽ തന്നെ തീരുമാനിക്കുന്നുണ്ട്. കാരണം ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാതെ വന്നാലും വില കൂടിയ വീടുകൾ ബാങ്കിന് ജപ്തി ചെയ്യാം. അല്ലെങ്കിൽ ആ വീടുകൾ വിറ്റിട്ടാണെങ്കിലും കടം തിരിച്ചടയ്ക്കാൻ വേണ്ടി ലോൺ എടുത്ത ആൾക്ക് സാധിക്കുന്നതുമാണ്. രണ്ടായാലും ബാങ്കിന് ലാഭം തന്നെയാണ്. ഈ പ്രതീക്ഷകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു റിസ്ക്കുമില്ലാത്ത ഈസി ബിസിനസ്സാണ് ബാങ്കിന് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ബാങ്കുകൾ ഇത്തരത്തിൽ കൊടുക്കുന്ന ലോണുകളില്ലേ, ഇത് ബോണ്ടുകളായിട്ട് മറ്റ് കമ്പനികൾക്കോ ബാങ്കുകൾക്കോ ഇൻവെസ്റ്റേഴ്സിനോ ഒക്കെ വിൽക്കാൻ സാധിക്കുന്നതാണ്. ഇതിനെ മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് എന്നാണ് പറയുക. ഒന്ന് ആലോചിച്ച് നോക്കുക. ബാങ്കിന് ലോൺ കൊടുക്കണമെങ്കിൽ പണം വേണം. ഇങ്ങനെ പണം കണ്ടെത്താൻ വേണ്ടി അവർ ബോണ്ടുകളാണ് വിൽക്കുക. ഈ ബോണ്ട് വാങ്ങുന്നവർക്ക് ബാങ്ക് പലിശ അങ്ങോട്ട് കൊടുക്കുന്നതാണ്. പക്ഷേ ഹൗസിംഗ് ലോണിന് ബാങ്ക് വാങ്ങുന്ന പലിശ ഈ ബോണ്ടിന് കൊടുക്കുന്ന പലിശയേക്കാളും കൂടുതലായിരിക്കും. വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ ബാങ്ക് ഒരാളിൽ നിന്ന് പണം മേടിച്ച് മറ്റൊരാൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇടയിൽ നിന്നുകൊണ്ട് ബാങ്ക് വലിയ രീതിയിൽ ലാഭം ഉണ്ടാക്കുന്നു. 2006 ഇത്തരം മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസിൻ്റെ വോളിയം എന്ന് പറയുന്നത് $2.5 ട്രില്യൺ വരെ എത്തുകയാണ്. കാരണം പ്രമുഖ ക്രെഡിറ്റ് റേറ്റേഴ്സ് എല്ലാം ഭാവിയിൽ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുന്നത് വലിയ ലാഭമുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന വിലയിരുത്തലുകൾ പലപ്പോഴും നടത്തിയിരുന്നു. ക്രെഡിറ്റ് റേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് നിക്ഷേപങ്ങളെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളാണ്. അങ്ങനെ ഈ പ്രമുഖ ക്രെഡിറ്റ് റേറ്റേഴ്സിൻ്റെ വിശകലനം മുൻനിർത്തിക്കൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഇത്തരം ഹൗസിംഗ് ലോണുകളുടെ മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസുകൾ വാങ്ങിക്കൂട്ടിയത്. എങ്ങനെ നോക്കിയാലും ബാങ്കിൽ FD എല്ലാം ഇടുന്നതിലും വലിയ രീതിയിലുള്ള റിട്ടേൺ ആണ് ആ സമയത്ത് നൽകിക്കൊണ്ടിരുന്നത്.
ഇതേ സമയം തന്നെ റിസ്ക്കും ഇല്ല. ഇനി ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് വിറ്റിട്ടാണെങ്കിലും നിക്ഷേപകന് ബാങ്ക് പണം തിരിച്ചു കൊടുക്കുന്നതാണ്. എന്തായാലും ഓരോ മാസത്തിലും ലോൺ എടുത്ത ആളുകൾ അവരുടെ അടവ് കൃത്യമായിട്ട് പലിശയും ചേർത്ത് തിരിച്ചടയ്ക്കുന്ന സമയത്ത് ഈ ഇൻവെസ്റ്റേഴ്സിന് ബാങ്ക് അതിൻ്റെ ഒരു ഭാഗം കൊടുക്കുന്നതാണ്. എന്തായാലും ഈ മോർട്ടേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസിൽ മാത്രമല്ല ആളുകൾ നിക്ഷേപം നടത്തിയത്. അമേരിക്കയിൽ വീടുകളുടെ വില വലിയ രീതിയിൽ ഉയർന്ന സമയത്ത് പലരും അതിനെയും ഒരു ബിസിനസ്സായിട്ട് കാണുകയാണ്. വീടുകൾ പണിഞ്ഞ് അവർ വിൽക്കാൻ വേണ്ടി ആരംഭിക്കുകയാണ്. അതായത് താമസിക്കാനല്ല അവർ വീട് വെക്കുന്നത്, വിൽക്കാൻ വേണ്ടി മാത്രമാണ്. ഈ വീട് മേടിച്ചവരും അത് മറിച്ച് വിൽക്കാൻ വേണ്ടി മാത്രമാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പല കൈ മറിയുന്ന സമയത്ത് വീടുകളുടെ വില വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ഘട്ടമെത്തിയ സമയത്ത് ഇത്തരം വീടുകളുടെ എണ്ണം വല്ലാതെ കൂടി വന്നു. പക്ഷേ വീട് വാങ്ങാൻ ആളില്ലാതായിട്ട് മാറുകയാണ്. അപ്പോൾ 2006 മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വീടുകളുടെ വില കുത്തനെ കുറയാൻ തുടങ്ങി. നമുക്കറിയാം, ഏതെങ്കിലും ഒരു വസ്തു മാർക്കറ്റിൽ ആവശ്യത്തിൽ കൂടുതലുണ്ട് എങ്കിൽ അതിൻ്റെ മൂല്യം താനെ കുറയുന്നതാണ്. സപ്ലൈ കൂടി ഡിമാൻഡ് കുറഞ്ഞു, വില കുറഞ്ഞു എന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞു വെക്കാം. ഇങ്ങനെ 2006 മുതൽ വീടുകളുടെ വില കുറയാൻ തുടങ്ങിയപ്പോൾ പലർക്കും ലോൺ എടുത്ത തുക തിരിച്ചടയ്ക്കാൻ പറ്റാതായി. കാരണം നേരത്തെ പറഞ്ഞതുപോലെ പലരും ഭാവിയിൽ വീടിൻ്റെ വില കൂടുമെന്ന് കണ്ടുകൊണ്ടാണ് വീട് വെച്ചിരിക്കുന്നത്. വീട് വിറ്റ് ലോൺ തിരിച്ചടയ്ക്കാമെന്ന് അവർ പലപ്പോഴും വിചാരിച്ചിരുന്നു. എന്നാൽ വീട് മേടിക്കാൻ ആളില്ലാത്ത അവസ്ഥ വന്നപ്പോൾ ലോണിൻ്റെ തിരിച്ചടവ് വലിയ രീതിയിൽ തന്നെ മുടങ്ങി. നമ്മൾ നമ്മുടെ നാട്ടിലേക്കൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ സ്ഥലം മറിച്ച് വിൽക്കാൻ വേണ്ടി മാത്രം വാങ്ങുന്ന ആളുകൾ വില കൂടിയാൽ മാത്രമേ അത് വിൽക്കാൻ സാധ്യതയുള്ളൂ. ഇങ്ങനെ കൂടി ഒരു ഘട്ടം എത്തി നിന്ന സമയത്ത് സ്ഥലം വാങ്ങാൻ ആളില്ലാതായിട്ട് മാറി. പലർക്കും പണി കിട്ടിയതാണ്. എന്താണെങ്കിലും അതുമായിട്ടൊന്ന് ചേർത്ത് ചിന്തിച്ചാൽ അമേരിക്കയിൽ അന്നത്തെ സമയത്ത് എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. എന്തായാലും ഇങ്ങനെ ലോണുകൾ തിരിച്ചടയ്ക്കാൻ പറ്റാതായപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് പണം കിട്ടാതായി. ഇതൊന്നും കൂടാതെ ഹൗസ് ലോണുകളുടെ മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസിൻ്റെ വിശ്വാസ്യതയും മൂല്യവും തകരാനും തുടങ്ങി. സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാത്രമല്ല, പല വലിയ ബാങ്കുകളും ഫൈനാൻസിങ് സ്ഥാപനങ്ങളുമെല്ലാം മറ്റ് ബാങ്കുകളുടെ മോർട്ടേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസിലെല്ലാം നിക്ഷേപിച്ചിരുന്നു. അവർക്കും ബില്യൺ കണക്കിന് ഡോളറാണ് നഷ്ടം വരാൻ തുടങ്ങിയത്. അങ്ങനെ എന്തായാലും അന്നത്തെ അമേരിക്കയിലെ തന്നെ 4ാമത്തെ ഏറ്റവും വലിയ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ഫേമായ ലെയ്മാൻ ബ്രദേഴ്സ് പാപ്പരായി എന്നുള്ള വാർത്തകൾ ലോകത്തെ തന്നെ ഞെട്ടുകയാണ്. ലെയ്മാൻ ബ്രദേഴ്സ് അവസാനിച്ചിരിക്കുന്നു. അമേരിക്കയിൽ ഉണ്ടാക്കിയ ആ സാമ്പത്തിക പ്രതിസന്ധി മറ്റ് രാജ്യങ്ങളെയും ബാധിക്കുകയാണ്. കാരണം ഇൻ്റർനാഷണൽ ബോണ്ടുകൾ മേടിക്കാൻ പലർക്കും അവസരമുണ്ട്. അത്തരത്തിൽ വലിയ വലിയ ബാങ്കുകളും ഫൈനാൻസിങ് സ്ഥാപനങ്ങളും എല്ലാം തന്നെ വിവിധ രാജ്യങ്ങളിലിരുന്ന് അമേരിക്കയുടെ ഈ ബോണ്ട് മാർക്കറ്റിൽ നിക്ഷേപം നടത്തിയിരുന്നു. എന്തായാലും ഇതുമായിട്ടൊന്ന് ചേർത്ത് പറഞ്ഞാൽ തെറ്റായ റേറ്റിംഗ് നൽകിയ ന്യൂയോർക്ക് ടൈംസ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്രമുഖ ക്രെഡിറ്റ് റേറ്റിംഗ് സ്ഥാപനമായ മൂഡീസിന് 2008 സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പേരിൽ പലപ്പോഴും നഷ്ടപരിഹാര തുക പോലും നൽകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ലോകമെമ്പാടും റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് തകർന്നതോടെ ദുബൈയെയും അത് വലിയ രീതിയിൽ ബാധിക്കുകയാണ്. കാരണം വലിയ രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ റിയൽ എസ്റ്റേറ്റ് മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ദുബൈ ആ സമയത്ത് തങ്ങളുടെ സാമ്പത്തിക രംഗത്തെ നയിച്ചുകൊണ്ടിരുന്നത്. ദുബൈയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിൽ പലരും വിദേശികൾ തന്നെയായിരുന്നു, വിദേശ സ്ഥാപനങ്ങളായിരുന്നു. ലോകമെമ്പാടും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സേഫായ ഒരു നിക്ഷേപമല്ല എന്നുള്ള നില വന്ന സമയത്ത് പല ഇൻവെസ്റ്റേഴ്സും ദുബൈയിലെ പ്രൊജക്റ്റുകളിൽ നിന്ന് കൂട്ടത്തോടെ പിന്മാറി. പല ഇൻ്റർനാഷണൽ ബാങ്കുകളും വല്ലാതെ പേടിച്ചു. അവർ ഇനി ഇത്തരം പ്രൊജക്റ്റുകൾക്ക് കടം കൊടുക്കില്ല എന്ന തീരുമാനവും കൈക്കൊള്ളുകയാണ്. 2008 ശേഷം ദുബൈയിലെ റിയൽ എസ്റ്റേറ്റ് വില കുത്തനെ ഇടിയാണ്. അതായത് സാമ്പത്തിക മാന്ദ്യം മാത്രമല്ല, റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടതും ദുബൈക്ക് ആ സമയത്ത് വലിയ തിരിച്ചടിയായിട്ട് മാറി. 2009 ആയപ്പോഴേക്കും ദുബൈയുടെ ആകെ കടം $80 ബില്യൺ എത്തിയിരുന്നു. ഇതിൽ തന്നെ ദുബായ് ഗവൺമെന്റിന് കീഴിലുള്ള ദുബായ് വേൾഡ് എന്ന കമ്പനിയുടെ കടം മാത്രം $59 ബില്യൺ ഉണ്ടായിരുന്നു. ഇതിൽ 25-30 ബില്യൺ US വരാനിരിക്കുന്ന 2 വർഷത്തിനുള്ളിൽ തിരിച്ചടയ്ക്കേണ്ട ബാധ്യതയും ദുബായ് വേൾഡ് എന്ന കമ്പനിക്ക് ഉണ്ടായിരുന്നു. റിയൽ എസ്റ്റേറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ, കൺസ്ട്രക്ഷൻ രംഗം പരുങ്ങലായതോടെ കടങ്ങൾ തീർക്കാൻ സമയം വേണമെന്ന് പോലും ആ കമ്പനി ആവശ്യപ്പെട്ടിരുന്നു. ഈ സമയത്ത് ദുബൈയെ രക്ഷിക്കാൻ മുന്നോട്ട് വരുന്നത് അബുദാബിയാണ്. അവരുടൻ തന്നെ $10 ബില്യൺ കടമായിട്ട് നൽകാമെന്ന് ദുബൈ അറിയിക്കുകയാണ്. അബുദാബിയുടെ സഹായം കൊണ്ടുകൂടിയാണ് ആ സമയത്ത്, അതായത് 2010 ബുർജ് ഖലീഫയുടെ നിർമ്മാണം പോലും പൂർത്തീകരിക്കാൻ ദുബൈക്ക് സാധിക്കുന്നത്. ആദ്യം നൽകിയ $10 ബില്യൺ മാത്രമല്ല, സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് കരകയറാൻ നേരിട്ടുമല്ലാതെയും ആകെ $25 ബില്യൺ സഹായമാണ് ദുബൈക്ക് അബുദാബി നൽകിയത്. അപ്പോൾ ഈ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് കരകയറാൻ ദുബൈയെ സഹായിച്ചത് ആരാണ്? അബുദാബിയാണ്. ഇതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ആദ്യം തീരുമാനിച്ചിരുന്ന ബുർജ് ദുബായ് എന്ന പേര് മാറ്റി അബുദാബിയുടെ ഭരണാധികാരിയും ആ സമയത്തെ UAEയുടെ പ്രസിഡന്റുമായിരുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാൻ്റെ പേര് ആ അമ്പര ചുംബിക്ക് നൽകപ്പെട്ടത്. അങ്ങനെ ബുർജ് ദുബായ് ബുർജ് ഖലീഫയായി മാറി.
താരതമ്യേന എണ്ണ സമ്പത്ത് കൂടുതലുള്ള അബുദാബി അങ്ങനെ ആവശ്യ സമയത്ത് ദുബായിയുടെ രക്ഷയ്ക്കെത്തിയെന്ന് നമുക്ക് പറയാം. എന്തായാലും ദുബായിയുടെ വളർച്ചയിലൂടെ, അബുദാബിയുടെ സഹായത്തിലൂടെ, 2008 സാമ്പത്തിക മാന്ദ്യത്തിലൂടെ രസകരമായ ഒരു പറ്റം അറിവുകൾ നമ്മളിന്ന് പഠിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കണ്ട, നമ്മളില്ലെങ്കിൽ നമുക്ക് പകരമാവാൻ മറ്റാർക്കും പറ്റില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ സാമ്പത്തികപരമായിട്ടുണ്ടാകുന്ന തകർച്ച ഇല്ലാതാക്കാനും കുട്ടികളുടെ വിദ്യാഭ്യാസം, കല്യാണമൊക്കെ നമ്മുടെ അഭാവത്തിലും നടക്കാനും കടങ്ങൾ അടച്ചു തീർക്കാനും NRI ടേം ഇൻഷുറൻസുകൾ പ്രവാസികൾ നിർബന്ധമായിട്ടും എടുത്തു വെക്കണം. ഇന്ന കമ്പനിയുടെ പദ്ധതി എടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. 51ഓളം കമ്പനികളിൽ നിന്ന് ആരൊക്കെ നമ്മുടെ യോഗ്യതകൾക്കനുസരിച്ചുള്ള ടേം ഇൻഷുറൻസ് നൽകുന്നു എന്നറിയാനും മികച്ച പ്ലാൻ കണ്ടെത്താനും ഞാൻ കമൻറ്റിൽ കൊടുത്ത ലിങ്ക് ചെക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. കൂടാതെ 23% വരെ കുറഞ്ഞ പ്രീമിയത്തിന് ഇപ്പോൾ NRI ടേം ഇൻഷുറൻസ് എടുക്കാൻ പ്രവാസികൾക്ക് അവസരമുണ്ട്. താല്പര്യമുള്ളവരെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിൽ എഴുതൂ. ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.